നമസ്കാരം. അലസമായിട്ട് എല്ലാം തികഞ്ഞവരെ പോലെ ക്രിക്കറ്റ് കളിച്ചാൽ പണി കിട്ടുമെന്ന് ഓൾറെഡി ഒരു പ്രാവശ്യം അനുഭവമുള്ളൊരു ടീമാണ് SRH. ഇന്നലെയും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഭംഗിയായിട്ട് ഡൽഹിയുമായിട്ട് തോറ്റിട്ടുണ്ട്. അലസമായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് അഭിഷേക് ശർമ്മയുടെ റണ്ണൗട്ട്. ഈസിയായിട്ട് ഓടി കയറാവുന്ന ഒരു റണ്ണ്. ഇത് ഇവർ ഈ 6ഉം 4ഉം അടിക്കുന്നതല്ലാതെ സിംഗിൾസ് ഒക്കെ എടുക്കണമെന്നുള്ള കാര്യം മറന്നുപോയതാണോ എന്തോ. എന്തായാലും അഭിഷേക് ശർമ്മ ഈസിയായിട്ട് ഓടി കയറായിരുന്നു. വളരെ ലേസി ആയിട്ടാണ് അത് ഫീൽ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ റണ്ണൗട്ട്. അത് കഴിഞ്ഞ് നിതീഷ് കുമാർ റെഡ്ഡി വന്നിട്ട് ബാറ്റ് ചെയ്യാൻ വന്നപ്പോഴും അലസമായിട്ട് അടിച്ച് ഔട്ടാവാണ് ചെയ്തത്. ഉടനീളം സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ബാറ്റിങ്ങിൽ ഉടനീളം ആ ഒരു ഊസലില്ലായ്മ അല്ലെങ്കിൽ ആ ഒരു ചൂടില്ലായ്മ നമുക്ക് കാണാൻ പറ്റുമായിരുന്നുണ്ട്. സിറ്റുവേഷൻസിനനുസരിച്ച് കണ്ടീഷൻസിനനുസരിച്ച് കളിക്കാനായിട്ട് അവർ തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം. തുടക്കത്തിൽ മിച്ചൽ സ്റ്റാർക്ക് അടിപൊളി ഒരു സ്പെല്ല് ചെയ്തു, ഒരു രക്ഷയില്ലായിരുന്നു. ഇവർ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഡൽഹി വന്നതെന്നുള്ളതെന്ന് ആ ഒരു വിക്കറ്റിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് ഇഷാൻ കിഷൻ്റെ വിക്കറ്റിൽ നിന്നൊക്കെ നന്നായിട്ട് മനസ്സിലായി. ഇനി SRH സത്യം പറഞ്ഞാൽ അനികേത് വർമ്മയുടെ ക്യാച്ച് പോർണങ്ങൾ എടുത്തിരുന്നുണ്ടെങ്കിൽ ഇതിലും ദയനീയമായ അവസ്ഥയിലേക്ക് പോയാലെന്നുള്ളതാണ് സത്യം. ഇങ്ങനെ വിക്കറ്റ് പോയിക്കൊണ്ടിരുന്നിട്ട് ഒരു 14-15 ഓവർ വരെ ഒന്ന് പിടിച്ചു നിന്നിട്ട് പിന്നീട് ആക്സിലറേറ്റ് ചെയ്യാനൊന്നും SRH ശ്രമിച്ചതേ ഇല്ല. അവരിങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളിത് ചെയ്യുമെന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡ്. 13ാമത്തെ ഓവറിൽ ബാറ്റ് കമൻസ് അടിച്ച് ഔട്ടാവൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നി. എല്ലാ ഗ്രൗണ്ടിലും എല്ലാ വിക്കറ്റിലും ഞങ്ങൾ 250 മേളിൽ അടിക്കുന്നുള്ളൊരു പിടിവാശിയും പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള അടികൾ ഇനിയും കിട്ടും. DC മറുഭാഗത്ത് നല്ല പ്ലാനിങ്ങോടെയാണ് വന്നത്. അവരുടെ ബോളിംഗിലായാലും എക്സിക്യൂഷനിലായാലും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഇനി ഫീൽഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളി ക്യാച്ചുകൾ. ആ ജേസ് ഫേസർ മർഗറിൻ്റെ ഒരു ക്യാച്ച് ഉണ്ടായിരുന്നു, നമ്മൾ അനികേത് വർമ്മയെ ഔട്ടാക്കാൻ വേണ്ടി എടുത്ത ഒരു രക്ഷയില്ലാത്ത ക്യാച്ച്. അതിനുശേഷം അക്സർ പട്ടേലിന് ഒരു ക്യാച്ച് എടുത്തു. ഓൾ റൗണ്ട് DC ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് ഫീൽ ചെയ്തു. ഇന്നലത്തെ മാച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ബാറ്റിങ്ങിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഡുപ്ലിസി മനോഹരമായിട്ട് ബാറ്റ് ചെയ്തു. കണ്ടീഷൻസിനെ റെസ്പെക്ട് ചെയ്ത് എങ്ങനെ ബാറ്റ് ചെയ്യണോ അങ്ങനെ DC ബാറ്റ് ചെയ്തു. അതുകൊണ്ട് ഫേസർ മർഗർക്ക് അത്ര ഫോമിലല്ലായിരുന്നു, പക്ഷേ പുള്ളിയും കുഴപ്പമില്ലാതെ കളിച്ചു. KL രാഹുലിൻ്റെ ഒരു കാമിയോ കൊണ്ടും അതിനുശേഷം സ്റ്റബ്സും പോറിലും വളരെ സെൻസിബിളായിട്ട് മാച്ച് ഫിനിഷ് ചെയ്തു. അതും 16 ഓവറിൽ ഫിനിഷ് ചെയ്തു. ഈ രണ്ട് ടീമിൻ്റെ 3 ഫേസുകളുള്ള പെർഫോമൻസ് നമുക്കൊന്ന് നോക്കാം. പവർ പ്ലേയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ SRH 62 റണ്ണേ അടിച്ചുള്ളൂ, 4 വിക്കറ്റ് പോയിരുന്നു. അതേസമയം ഡൽഹി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 52 റണ്ണിന് 0 വിക്കറ്റാണ്. 10 റണ്ണ് കുറവാണ്, പക്ഷേ അവർ സേഫായിട്ട് കളിച്ചു, സൂക്ഷിച്ച് കളിച്ചു. ചേസിങ് ആണ്, വലിയ സ്കോറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇനി സെക്കൻഡ് ഫേസിൽ ഇത്രയും അടിയടിച്ച SRH 14ാമത്തെ ഓവർ കഴിഞ്ഞപ്പോൾ 123 റണ്ണാണ് അടിച്ചത്. 7 വിക്കറ്റ് നഷ്ടപ്പെട്ടു. എങ്കിൽ വളരെ സ്മൂത്തായിട്ട് സ്ലോ ആയിട്ട് തുടങ്ങിയ ഡൽഹി 142 റൺ അടിച്ചു, 3 വിക്കറ്റ് നഷ്ടപ്പെടുത്തുള്ളൂ. അതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. എല്ലാ ബോളും അടിക്കണമെന്നൊന്നും നിർബന്ധമില്ല 10 റൺ വെച്ച് അടിക്കാൻ വേണ്ടിയിട്ട്. ഇനി SRH അവസാനത്തെ ഫേസിൽ വളരെ പരിതാപകരമാണ്. മുൾഡറിനെ ഇറക്കി ഇത്രയും അടിച്ചുകൊണ്ടിരുന്നിട്ട് റണ്ണ് കിട്ടാതിരുന്നിട്ട് വീണ്ടും സാമ്പെ ഇറക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തി മുൾഡറിനെ ഇറക്കി. എന്നിട്ടും എത്രയാണ് 18.4 ഓവറിൽ അടിച്ച് ഔട്ടാണ് ചെയ്തത്. മുൾഡർ പോലും അടിച്ചാണ് ഔട്ടാവുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് സ്കോർ എത്തിക്കാനുള്ളൊരു ശ്രമം പോലും അവരുടെ ഭാഗത്തുനിന്ന് കണ്ടില്ല. അതേസമയം ഡൽഹി ആണെന്നുണ്ടെങ്കിൽ 16 ഓവറിൽ പ്രോപ്പറായിട്ട് ക്രിക്കറ്റ് കളിച്ച് ഫിനിഷ് ചെയ്തു. ഹാറ്റ്സ് ഓഫ് ടു ഡൽഹി. കിഡിലായിട്ട് ഡിലേ കളിച്ചു, SRHനെ ഔട്ട് പ്ലേ ചെയ്തു. ഇനി ഡൽഹിയുടെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ജേസ് ഫേസർ മർഗർക്ക് അത്ര ഫോമിലല്ലായിരുന്നു, ഇച്ചിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഫാഫ് ഡുപ്ലിസി നന്നായിട്ട് ബാറ്റ് ചെയ്തു. അവരെല്ലാ ബോളും അടിക്കാൻ നോക്കിയില്ല, വളരെ സൂക്ഷിച്ച് തന്നെയാണ് കളിക്കുക. പക്ഷേ റണ്ണ് വന്നുകൊണ്ടിരുന്നു. പവർ പ്ലേ കഴിഞ്ഞിട്ട് ഈസി ആയിട്ട് റണ്ണ് വന്നുകൊണ്ടിരുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് ഇത്ര റൺ അടിച്ചു വെച്ചിട്ട് ഡൽഹി ബാറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ക്യാച്ച് SRH കളയുകയും ചെയ്തു ആദ്യ സമയങ്ങളിൽ. ഹൈദരാബാദിനെ സംബന്ധിച്ച് ഈ മാച്ചിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് അനികേത് ശർമ്മയുടെ ഇന്നിങ്സ് ആണ്. ഒരു പുതിയൊരു താരം കൂടെ ഉയർന്നു വന്നിരിക്കുകയാണ്. ഇത്രയും അടിക്കുന്ന ആൾക്കാർ പോരാഞ്ഞിട്ട് അഭിനവ് മനോഹർ നന്നായിട്ട് കളിക്കാൻ നമുക്കറിയാം. പുതിയൊരു താരം കൂടെ ഉയർന്നു വന്നിരിക്കുകയാണ് SRHനെ സംബന്ധിച്ച്. ചില മാച്ചുകളിൽ ഇവർ 300 അടിക്കാൻ തീർച്ചയായിട്ടും ചാൻസ് ഉണ്ട്, അത് സംഭവിച്ചു വരുന്നു. ചില മാച്ചുകൾ അടിക്കും, പക്ഷേ എല്ലാ കണ്ടീഷൻസിലും അടിക്കത്തില്ല. ഇതുപോലെ പണി കിട്ടും. ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് SRH കളിക്കുന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഒരു ആന മണ്ടത്തിലാണ് മുൾഡറിനെ ഇറക്കുന്നത്. ഇത്രയും ചെറിയ സ്കോറാണ് ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് SRHന് അറിയാം. അപ്പോൾ സാമ്പെ പോലെ ഒരു ബോളറിന്റെ ഇമ്പോർട്ടൻസ് പറയും. പിന്നെ എന്തിനാണ് അവസാനം മുൾഡർ വന്നിട്ട് അവസാന നിമിഷം എത്ര റൺ അടിച്ചു കൂട്ടുമെന്ന് വെച്ചിട്ട് അവർ മുൾഡറിനെ ഇറക്കിയെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹി ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. നല്ല ക്യാപ്റ്റൻസിയാണ് അക്സർ പട്ടേലിൻ്റെ. അതുപോലെ തന്നെ ടീം മെമ്പേഴ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട്. ഒരു കാര്യം മറന്നുപോയി, നമ്മുടെ കുൽദീപ് യാദവിൻ്റെ ബോളിംഗ് ഒരു രക്ഷയില്ല. കഴിഞ്ഞ മാച്ചിലും അടിപൊളിയായിട്ട് ബോൾ ചെയ്തു. ഈ മാച്ചിലും ആ മിഡിൽ ഓവേഴ്സിൽ സൂപ്പറായിട്ട് ബോൾ ചെയ്തു. ഒരു രക്ഷയില്ല. ആ അനികേത് വർമ്മയുടെ വിക്കറ്റ് ഇത്രയും അടിച്ചുകൊണ്ടിരുന്ന ഒരു ബാറ്റ്സ്മാൻ, അൺസ്റ്റോപ്പബിൾ തോന്നിയ ഒരു ബാറ്റ്സ്മാൻ എടുത്ത വിക്കറ്റ്. ആ ക്യാച്ചും ജേക്ക് ഫേസർ മർഗറിന്റെ ക്യാച്ച് അടിപൊളിയായിരുന്നു. കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ ഇവരുടെ ഒരു മിഡിൽ ഓവേഴ്സിൽ ബോൾ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്രൂഷ്യലാണ്. അക്സർ പട്ടേൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു, പക്ഷേ അതൊരു ഓൾ ഡേ ആയിട്ട് നമുക്ക് കൂട്ടാം. ഇനി SRHന്റെ കാര്യം പറയുകയാണെങ്കിൽ കണ്ടീഷൻസ് ഈസ് കിങ് എന്നുള്ളത് SRH മനസ്സിലാക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പണി കിട്ടും. ഞങ്ങൾ വലിയ കൊമ്പന്മാരാണ്, എത്ര വലിയ ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും നല്ല കണ്ടീഷൻസിൽ ഒക്കെ വന്നിട്ട് ഇതുപോലെ അടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പണി കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനി ചെന്നൈയിൽ പോയിട്ട് ഇതുപോലെ കാണിക്കാൻ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും പണി കിട്ടും.
അതുകൊണ്ട് SRH കുറച്ചൊക്കെ കണ്ടീഷൻസിൻ്റെ റെസ്പെക്ട് ചെയ്യും. അവരുടെ തീർച്ചയായിട്ടും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്റിംഗ് ആണ് അവരുടെ, ഏത് കണ്ടീഷൻസിലും അടിക്കണം. പക്ഷെ കുറച്ച് ക്ഷമ കാണിക്കും. ഇന്നത്തെ മാച്ച് തന്നെ മിഡിൽ ഓവേഴ്സിൽ കുറച്ച് ക്ഷമ കാണിച്ചിരുന്നു. പോട്ടെ, ആ 13-14 കമ്മിൻസ് വന്നപ്പോൾ പോലും കമ്മിൻസ് എങ്കിലും കുറച്ച് ക്ഷമ കാണിച്ചിരുന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ സ്കോറിലേക്ക് എത്തിയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ IPL ഒരു ടീമിനെയും കുറച്ച് കാണരുത്, ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത് ഒരു ടീമിനെ. എല്ലാ ടീമും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഓൺ എ ഗിവൺ ഡേ എല്ലാ ടീമും പെർഫോം ചെയ്യും. രാജസ്ഥാൻ ഇന്നലെ നമ്മൾ കണ്ടു, നന്നായിട്ട് പെർഫോം ചെയ്തു. രാജസ്ഥാനും കയറി വരും. അപ്പോൾ എല്ലാ ടീമും കോമ്പറ്റീറ്റീവ് ആണ്. സോ എല്ലാ മാച്ചിലും 100% എല്ലാ ടീമും കൊടുത്താലേ ചാൻസ് ഉള്ളൂ. ഈ IPL അത്ര കോമ്പറ്റീറ്റീവ് ആണ്. അപ്പോൾ അതൊക്കെയാണ് SRH vs DC മാച്ചിനെ പറ്റി പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോയ്ക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു IPL റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.